വീണാൽ എഴുന്നേൽക്കാനും എഴുന്നേറ്റാൽ വീട്ടിൽ പോകാനും മടിക്കണ്ട. അന്നത്തെ പണി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ 2 പൂ കൃഷി, കൊയ്ത്ത് മെതി, അടുത്ത കൃഷി. ന്യായമായിട്ട് ഒരു ചോദ്യം എന്നോട് ചോദിക്കാം നിങ്ങൾക്ക്. എൻ്റെ പ്രൊഫഷൻ എന്തായിരുന്നു? ടീച്ചറായിരുന്നോ കൃഷിക്കാരനായിരുന്നോ? നമ്മളതിൻ്റെ ഒരു മാനസികമായ രീതിയിലേക്ക് നോക്കിയാൽ രണ്ടും ഒരുപോലെ തുല്യമാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പറയുകയാണ്, കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പുരാൻ, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. എൻ്റെ ജീവിതത്തിൻ്റെ കഠിനമായ കഷ്ടപ്പാടിലും വാഴ നനയ്ക്കാൻ ഞാൻ മറന്നു പോകാറില്ല. ഇന്ന് കൃഷി എവിടെയാണ് ഉള്ളത്? എന്താ കൃഷിക്ക് പറ്റിയേ? അധികാരം കൊയ്യണം ആദ്യം നാം, അതിന് മേലാകട്ടെ പൊന്നാരി. ജന്മം നൽകുന്നതിനേക്കാൾ നല്ലത് എങ്ങനെ ജീവിക്കണമെന്നുള്ള കല പഠിപ്പിക്കുന്നതാണ്. ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനതേക്കുറിച്ച് ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി. ഇങ്ങനെ സമൂഹമാകെ മാറിക്കൊണ്ടിരിക്കുന്നതിന് ഉത്തരവാദി ആരാണ്? മഹാരാജാവേ, നിനക്ക് തുണിയില്ല എന്ന് പറയാൻ ശിശുവിനെ കൊണ്ടല്ലാതെ നമുക്കും പറയാൻ പറ്റണം. വേദനാജനകമായ അനുഭവങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചാപ്റ്റർ പുസ്തകത്തിൽ വനവാസകാലം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ചുരുക്കത്തിൽ ആ വിവാഹം നടന്നു. കേസ് കോടതിയിൽ ഒരേ സമയത്ത് പോകുന്നു. കേസൊന്നും ആയിട്ടില്ല. 73 ഏപ്രിൽ മാസം 23-ാം തീയതിയാണ് കല്യാണം. ഈ ഏപ്രിൽ മാസം എനിക്ക് 3 വിശേഷതകളാണ്. 1 എൻ്റെ ബർത്ത്ഡേ, 2 മാര്യേജ്, 3 ഏപ്രിൽ 30 എൻ്റെ റിട്ടയർമെൻറ്റ്. അപ്പോൾ ഏപ്രിൽ മാസം എനിക്കിങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇതാണ്. അങ്ങനെ പോയി വിവാഹം നടന്നു. ഒരു കൊച്ചു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ 1973 കല്യാണം, 74 അവസാനത്തോടുകൂടി ഭാര്യ പ്രസവിച്ച് അങ്ങോട്ട് പോയി. വീട്ടിൽ തിരിച്ചു വന്നു. പുതിയ വീട്ടിലേക്കാണ് താമസിക്കാൻ വരുന്നത്. തറവാട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്കാണ്. അപ്പോൾ കേസിൻ്റെ വിധി 1978 ജനുവരി മാസം 24-ാം തീയതി അവരുടെ അപ്പീലിൻ്റെ വിധിയാണ്. വിധിയിൽ എനിക്ക് ദോഷമായിട്ട് വന്നു. അതായത് DOയെ രക്ഷിച്ചുകൊണ്ട് അവർക്ക് രക്ഷ കിട്ടുന്നത്, പണിഷ്മെൻ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ 3ാമതൊരു ഉപാധി കണ്ടുപിടിച്ചു. ഉപാധി കണ്ടുപിടിച്ചത് ഇങ്ങനെയാണ്. KER ചാപ്റ്റർ 14 റൂൾ 5A നിലവിൽ വരുന്നത് 1973 ശേഷമാണ്, എൻ്റെ അപ്പോയിൻമെൻറ്റിന് ശേഷമാണ്. അതുകൊണ്ട് ആ ചാപ്റ്റർ ബെനിഫിറ്റ് എനിക്ക് കിട്ടില്ല എന്നുള്ളതാണ് 3ാമത് കോടതി കണ്ടുപിടിക്കുന്ന ഒരു ഉപാധി. പക്ഷേ എൻ്റെ കേസ് അതല്ല. എൻ്റെ കേസ് ആദ്യത്തെ 2 ഓർഡറാണ്. ബാലകൃഷ്ണ ഏഴാണിയുടെ വിധിയും ജസ്റ്റിസ് ME ഐസക്കിൻ്റെ വിധിയുമാണ് എൻ്റെ കേസ്. അതിൽ നിന്ന് വിട്ട് വേറൊരു ഉപാധി പറഞ്ഞ് DOയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരൊരു ഓർഡർ ഇട്ടത്. ആ ഓർഡറിനെക്കുറിച്ച് ജസ്റ്റിസ് ME ഐസക്ക് വിവരിക്കുന്നുണ്ട്. ഞാൻ ഈ KER ചാപ്റ്റർ 14 റൂൾ 5 ഓർഡർ നിലവിൽ വരുമ്പോഴും ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് ആ ഓർഡറിൻ്റെ ബെനിഫിറ്റ് എനിക്ക് കിട്ടേണ്ടതാണെന്ന് ജസ്റ്റിസ് ME ഐസക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം മറികടന്നുകൊണ്ട് DOയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അനുകൂലമായിട്ട് വിധി കിട്ടും. എൻ്റെ കാര്യമൊന്നും വേണ്ടിയില്ല. ഞാൻ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ അവിടെ ബാർ കൗൺസിൽ ചെന്നിട്ട്, ഡൽഹിയിൽ ചെന്നിട്ട് ഒരു ലില്ലി തോമസിൻ്റെ കത്ത് ആ പുസ്തകത്തിലുണ്ട്. അവരെ പരിചയപ്പെട്ടു. അവർ കേസ് കൊടുത്തു. കേസ് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവരെനിക്കൊരു കത്ത് വിട്ടു. സാറിങ്ങനെ ഈ ആയുസ് ഇങ്ങനെ കേസ് കൊണ്ട് പോകുന്നത് എങ്ങനെയാണ്? അത് സാർ ഒരു കാര്യം ചെയ്യും, കോട്ടയത്ത് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഒരു ജോലി തരിപ്പെടും, അവിടെ ചെന്നിട്ട് ജോലി മേടിക്കുക എന്ന് പറഞ്ഞ് എനിക്ക് എഴുതിയായിരുന്നു. അതിൻ്റെ കോപ്പി ഇതിലുണ്ട്. അപ്പോൾ ഇനി സുപ്രീം കോടതിയിലേക്കും പോയിട്ട് കാര്യമില്ല, വേറെ വഴി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ 2ാമത് നാട് വിടുക. 6 മാസം പ്രായമുള്ള എൻ്റെ മൂത്ത മോളെയും ഭാര്യയെയും ഒരു കൊച്ചു വീട്ടിലാക്കിയിട്ട് ഞാൻ നാട് വിട്ടു പോവുകയാണ്. നാട് വിട്ട് പോകാമെന്ന് പറയുന്നത് പശ്ചാത്തലം ചിന്തിക്കണം. എനിക്ക് കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. അതുവരെ ഈ കേസിൻ്റെ വിധി വരുന്നത് വരെ കുറേ എനിക്കുണ്ടായിരുന്നു. ഈ കൂട്ടുകാരെല്ലാം എൻ്റെ അടുക്ക് വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കേസിൽ ഞാൻ തോറ്റതിന് ശേഷം ഇവരാരും എന്നെ കണ്ടാൽ മിണ്ടുക പോലും ചെയ്യില്ല. അപ്പോൾ എനിക്ക് ഈ നാട്ടിൽ പോകുന്നതിന് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഞാൻ പെരിന്തൽമണ്ണ അടുത്ത് ചേലക്കാട് UP സ്കൂളിൽ പോയിട്ട് ജോലി മേടിച്ചു. ഈ ജോലി
എനിക്ക് തരപ്പെട്ട് സന്തോഷമായിട്ട് പോയായിരുന്നു. അവിടെ 1975 ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആണ് സ്കൂൾ അടയ്ക്കുന്നത്. സ്കൂൾ അടച്ചിട്ട് ഈ ഏപ്രിൽ മാസം 7 മാസമായിട്ട് എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സായില്ല. അപ്പോയിൻമെൻറ്റ് AOയ്ക്ക് കൊടുത്തു, AO മടക്കി, വീണ്ടും കൊടുത്തു. ആ AO മലപ്പുറം DOയ്ക്ക് കൊടുത്തു, DO അത് തിരുവനന്തപുരം DPIക്ക് കൊടുത്തു. അപ്പോൾ എൻ്റെ പേപ്പർ അവിടെ കിടക്കുക. സ്കൂൾ അടച്ച് ഞാൻ വീട്ടിൽ വരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്, ഞാൻ ദിവ്യാനുഭവ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് അതിൻ്റെ പോയിൻ്റ് ഞാൻ പറയുകയാണ്. നാട്ടിൽ രക്ഷയില്ലാഞ്ഞിട്ട് ഞാൻ നാട് വിട്ട് വരുന്നതും അവിടെ സ്കൂളിൽ പോയി. അവിടെ അപ്പോയിൻമെൻറ്റ് പാസ്സായിട്ടുള്ള ശമ്പളം കിട്ടിയിട്ടില്ല. ഒന്നുമില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരിക. സ്കൂൾ അടയ്ക്കുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരിക. അതെങ്ങനെ വരും, എങ്ങനെ പോകും എന്നുള്ളൊരു ആശങ്ക എന്നിലുണ്ട്. അതേക്കുറിച്ചും ഞാൻ വളരെ ഗാഢമായിട്ട് ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കൺക്ലൂഷനിൽ എത്തപ്പെടുന്നത് കൺഫ്യൂഷ്യസിൻ്റെ ഒരു വാക്യമുണ്ട്. വീണാൽ എഴുന്നേൽക്കാനും എഴുന്നേറ്റാൽ വീട്ടിൽ പോകാനും മടിക്കണ്ട. ഇതാണ് ആപ്തവാക്യം. ഇതാണ് വീണാൽ എഴുന്നേൽക്കാനും എഴുന്നേറ്റാൽ വീട്ടിൽ പോകാനും മടിക്കേണ്ടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ധൈര്യമായിട്ട് തിരിച്ച് നാട്ടിൽ വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഭാര്യ എനിക്കൊരു കത്ത് വിട്ടായിരുന്നു. പപ്പ അവിടെ നിൽക്കണ്ട, അവിടെ നിന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് തിരിച്ചു പോരെ. ഒന്നിലേക്ക് കോട്ടയത്തിൽ അന്ന് അവർ ലില്ലി തോമസ് പറഞ്ഞ കോട്ടയത്ത് ചങ്ങനാശ്ശേരി പോയിട്ട് ജോലി അന്വേഷിക്കുക, അല്ലെങ്കിൽ നാട്ടിൽ നമ്മുടെ പള്ളി ഇടവകയിലൊരു സ്കൂള് പോൾപ്പിമയുടെ കെയർ ഓഫിൽ വരുന്നുണ്ട്, അവിടെ എവിടെയെങ്കിലും ജോലി നോക്കാം, അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് എനിക്ക് കത്ത് വിട്ടായിരുന്നു. അപ്പോൾ ഇതനുസരിച്ച് ഞാൻ വീട്ടിൽ അവധിക്ക് വന്നു. ഏപ്രിൽ മാസത്തിൽ വന്നു. മെയ് മാസം ഒരു മാസം അവധിയുള്ളൂ. മെയ് മാസം മുഴുവനും കന്യാട്രിപ്പ്. എൻ്റെ വീട് തൊട്ടടുത്താണ് പുതിയ സ്കൂൾ വരുന്നത്. ഞാൻ അവിടെ പോകും. അവിടെ പോയാലും ഞങ്ങളൊരു പാത്രത്തിൽ ചെന്ന് കുടിച്ച് നടന്നുകൊണ്ടിരുന്നവരാണെങ്കിലും അവരൊന്നും എന്നെ കണ്ടാൽ അറിയില്ലാത്തൊരു ഭാവമായി കാണിക്കുന്നത്. ഞാൻ ഒരു ദിവസം ആ മാനേജർ വീട്ടിൽ ചെന്നിട്ട് എനിക്കൊരു പോസ്റ്റ് വേണം എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അവർ മറുപടി ഒന്നും പറഞ്ഞില്ല. എൻ്റെ അപ്പനോട് പറഞ്ഞു, ഇനി അവൻ ജോലിക്കൊന്നും നോക്കണ്ട, അവൻ ഇഷ്ടംപോലെ കൃഷിപ്പണി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവൻ ആ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നോട്. ഇത് ഞാൻ ഈ പോൾ പി മാണിയുടെ അനുജൻ ഒരാളുണ്ട് തൊട്ടടുത്ത്, ജോൺ പി മാണി. ഞാൻ അദ്ദേഹത്തോട് വിവരം പറഞ്ഞു. വിവരം പറഞ്ഞപ്പോൾ അവർ നിങ്ങൾ പറയട്ടെ, സാർ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നാളെ മുതൽ സ്കൂളിലെ പണി കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക, അപ്പോയിൻമെൻറ്റൊക്കെ ഉടനെ പാസ്സാക്കി തരാം, കിട്ടും, ഈ സ്കൂളിൽ ചേർന്നാൽ മതി, അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. എന്നെ അവിടെ സ്കൂളിൽ അപ്പോയിൻറ്റ് ചെയ്യാനിടയായി. അങ്ങനെ വീടിൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഇടവക പള്ളിയുടെ മാനേജ്മെൻറ്റുള്ള സ്കൂളിൽ ജോലി പ്രവേശിച്ചു. അത് 1976 ജൂൺ മാസത്തിലാണ്. ഈ 76 ജൂൺ മുതൽ 96 ഏപ്രിൽ മാസം വരെയുള്ളതായ സർവീസാണ് എനിക്കുള്ളത്. അതിൻ്റെ കൂടെ ഈ ചേലക്കാട് സ്കൂളിലെ സർവീസും എൻ്റെ സർവീസ് ബുക്കിലുണ്ട്. ഇതാണ് എൻ്റെ സർവീസ്. ആകെ 20 വർഷം. ഇതാണ് എൻ്റെ ജീവനകാലം. ഇവിടെ വേദനാജനകമായ അനുഭവം എന്ന് പറയുന്നത് സത്യത്തിനോ നീതിക്കോ നിരക്കാത്ത വിധിയാണ് കോടതിയിൽ നിന്ന് അവസാനമായിട്ട് എനിക്കുണ്ടായത്. അന്ന് ചീഫ് ജസ്റ്റിസ് ഗോവിന്ദൻ നായരും വി ഖാലിദും അടങ്ങുന്ന ഒന്നാമത്തെ ബെഞ്ചിലായിരുന്നു അവരുടെ അപ്പീൽ കേസ് വാദം വന്നത്. ആ വിധിക്ക് ന്യായീകരണമില്ല എന്നും സത്യത്തിന് വിരുദ്ധമാണെന്നും അന്നും ഇന്നും ഒരുപോലെ എൻ്റെ മനസ്സ് പറയുന്നു. സത്യം അതാണെന്നുള്ളതിന് തെളിവ് ഞാൻ ഈ 85ാമത്തെ വയസ്സിൽ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ള കഴിവ് എനിക്ക് തന്നു. ഒന്നാം കക്ഷി മാനേജർ, രണ്ടാം കക്ഷി എനിക്ക് പകരം നിയമിച്ച ടീച്ചർ, DO, ഇവരുടെയൊക്കെ ജീവിതം എന്തായിരുന്നു എന്ന് ഒന്ന് പരിശോധിച്ചാൽ കേസിൽ ഞാനാണോ തോറ്റത് അവരാണോ തോറ്റതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഈ ഒന്നാം കക്ഷി മാനേജർ, രണ്ടാം കക്ഷി എനിക്ക് പകരം നിയമിച്ച ടീച്ചർ, മൂന്നാമത് DO, ഈ 3 കക്ഷികൾക്കും ഉണ്ടായ ജീവിതാനുഭവം എൻ്റെ ജീവിതാനുഭവം ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. ജയിച്ചത് ഞാൻ തന്നെയാണ്. ഞാനിപ്പോഴും ദൈവത്തിന് മുമ്പിലും സമൂഹത്തിന് മുമ്പിലും സന്തോഷവാനായി ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ലാതെ
അനേക കാര്യങ്ങൾ നമുക്ക് വളരെ വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ട്. ഞാൻ 1975 ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന സന്ദർഭമുണ്ട്. അത് പഠിക്കാൻ പോകുന്ന സാമ്പത്തികമായിട്ട് ഉണ്ടായതല്ല, ഒരു അധ്യാപകനാകണമെന്നുള്ള ഒരാഗ്രഹത്തിന് പുറത്താണ് പോകുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് എറണാകുളത്തിന് പോലും വന്ന് പോയിട്ടില്ല. സ്കൂളിൽ പോകും, സ്കൂളിൽ നിന്ന് വീട്ടിൽ വരും, അങ്ങനെ കൃഷി കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ ചോറ്റാനിക്കരയ്ക്കുള്ളത്. ആ ചോറ്റാനിക്കര പോയിട്ട് വരും എന്നുള്ളതല്ലാതെ തന്നെ അപ്പുറത്ത് ഞാൻ പോയിട്ടില്ല. തൃപ്പൂണിത്തുറ വരെ പോയിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോവുക. അപ്പോൾ എന്നെ അതിന് അനുവദിച്ചു. അത് തന്നെ ഒരു അത്ഭുതമല്ലേ. ഞങ്ങൾ 8 മക്കളുണ്ട്. മൂത്ത പെങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ എനിക്ക് 4 വയസ്സാണ്. രണ്ടാമത്തെ പെങ്ങൾ, മൂന്നാമത്തെ പെങ്ങളുടെ വിവാഹം, അവരുടെ മക്കൾ, സ്വന്തം മക്കൾ, എൻ്റെ മാതാപിതാക്കളുടെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം തീറ്റിപ്പോറ്റി കാര്യങ്ങൾ മുന്നോട്ട് നടത്തുന്നതായ എൻ്റെ മാതാപിതാക്കൾ, അവരുടെ ജീവിതവും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിയുന്ന കാര്യങ്ങളും ഞാൻ ചിന്തിച്ചാൽ എനിക്ക് ഒട്ടും സുഖകരമല്ല. ഒരു ഭാഗത്ത് വളരെ കഷ്ടപ്പെട്ട ജീവിതം, ഞാൻ വേറൊരു ജീവിത ശൈലിയിലേക്ക് പോകുന്നു. ഇത് പൊരുത്തപ്പെടുന്ന കാര്യമല്ല. ഞാനും അവരുടെ കൂടെ തന്നെ പണിയെടുത്ത് അവരുടെ കൂടെ തന്നെ ജീവിക്കേണ്ടവനാണ്. ഞാൻ ബാംഗ്ലൂർ പോവുകയാണ്, പഠിക്കാൻ പോവുകയാണ്. ഈ പഠിക്കാൻ പോകുന്ന ചിലവിനെക്കുറിച്ച് അപ്പൻ എനിക്ക് കുറേ പൈസ പഠിക്കാൻ തന്നിട്ടുണ്ട്, പോകാൻ തന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇവിടെ പറയുകയാണ്. കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ ഒരു ദുർവ്യയം ചെയ്യാനായിട്ട് ഇടവരരുതെന്ന് കണക്കാക്കി തന്നെ ഞാൻ എൻ്റെ ജീവിതം പരിമിതപ്പെടുത്തി 3 നേരത്തെ ആഹാരത്തിന് പകരം 2 നേരമാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി നടത്തി ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുക. ബാംഗ്ലൂർ പട്ടണത്തിലും ഞാൻ LICയുടെ ബിസിനസ് ചെയ്തു. എനിക്ക് കുറേ ബിസിനസ് അവിടെ നിന്ന് കിട്ടി. അന്ന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഒരു കൊല്ലത്തെ പ്രീമിയം അതിൽ നിന്ന് 25% കമ്മീഷൻ ഏജൻസി കിട്ടുന്ന ആ പൈസയും ബാംഗ്ലൂരും കിട്ടി. എനിക്ക് പ്രൈവറ്റ് ട്യൂഷൻ, ബാംഗ്ലൂർ സിറ്റിയിലും എനിക്ക് പ്രൈവറ്റ് ട്യൂഷൻ കിട്ടി. ഇതിനൊക്കെയുള്ളതായ അവസരം ഒരുക്കി തന്ന ആ ദൈവത്തെ നാം ഇത്ര മഹത്വപ്പെടുത്തിയാലും ശരിയാവില്ല. ബാംഗ്ലൂർക്ക് പോകാനായിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു, ഞാനും അപ്പനും കൂടി. അപ്പനെ എൻ്റെ വണ്ടി വെച്ചിട്ട് വന്നിരിക്കുക. അന്ന് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ എറണാകുളത്തെ സൗത്ത് സ്റ്റേഷനല്ല, ഐലൻഡിൽ നിന്നാണ് ട്രെയിൻ പുറപ്പെടുന്നത്. അപ്പനങ്ങനെ പ്ലാറ്റ്ഫോമിൽ നടക്കുക, ഞാൻ ഒറ്റയ്ക്കൊരാൾ അവിടെ പോയി നിൽക്കുക. എന്നെ ട്രെയിൻ കയറ്റി വിടാനുള്ളതായ അപ്പൻ്റെ പ്രയാസം ഞാൻ മനസ്സിലാക്കി. അപ്പൻ കരയുകയാണോ കരയുമല്ല, എന്നാൽ എൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു കാണിക്കാത്ത രീതിയിലാണ് അപ്പൻ പോയിക്കൊണ്ടിരുന്നത്, ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് പ്ലാറ്റ്ഫോമിൽ കണ്ടു. കുഞ്ഞിപ്പൈലി എന്നാണ് അപ്പം വിളിക്കുന്നത്. അവരൊന്ന് ചീട്ട് കളിക്കുന്ന നേരം പൂക്കം ചെയ്യാറുള്ള ഒരാളാണ്. കുഞ്ഞിപ്പൈലി എങ്ങോട്ടാണെന്ന് ചോദിച്ചു അപ്പൻ. ഞാൻ ബാംഗ്ലൂർക്കാണെന്ന് പറഞ്ഞു. അയ്യോ, എൻ്റെ മോനും ബാംഗ്ലൂർ പോവുകയാണ്, അവനെ ഒന്ന് നോക്കിക്കൊള്ളണട്ടോ എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം ഈ കുഞ്ഞിപ്പൈലി PV പൗലോസ് ആൻഡ് കമ്പനി റെയിൽവേ കോൺട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ സിറ്റിക്ക് കുറച്ച് ദൂരെ മാർത്തഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് റെയിൽവേ പണി ചെയ്യുക. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് ഞാൻ ബാംഗ്ലൂർ പോകുന്നത്. ഒരു പരിധി വരെ എൻ്റെ കാര്യം ചിലവും അന്നത്തെ ചിലവും അതിന് പിന്നീടുള്ള കുറേ ചിലവൊക്കെ അവർ നടത്തി. അവിടെ നിന്ന് എൻ്റെ ലഗേജ് അവരുടെ റെയിൽവേ ഓഫീസിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഞങ്ങൾ കോളേജിൽ പോവുക, അഡ്മിഷന് വേണ്ടി പോവുക. ആ മഹാത്മാഗാന്ധി വിദ്യാപീഠ ദയാനന്ദ TCH കോളേജിൽ പോയി അഡ്മിഷൻ മേടിക്കുന്നു. അന്ന് അവിടുത്തെ പ്രിൻസിപ്പാൾ ഒരു യൂസഫ് ഖാനാണ്. അദ്ദേഹത്തെ എന്നെ പരിചയപ്പെടുത്തി. ഐ ആം എ പുവർ ബോയ്, പ്ലീസ് യു കെയർഫുൾ ഹിം എന്നൊക്കെ പറഞ്ഞ് അവരായിട്ട് കോൺടാക്ട് ചെയ്തു. ഈ യൂസഫ് ഖാൻ എന്നെ ഒരു സ്റ്റുഡൻറ്റ് പ്രിൻസിപ്പാൾ കോറിലേഷൻ അല്ലാതെ ഒരു പരിഗണന എനിക്ക് തന്നു. അന്ന് ഞങ്ങൾ മലയാളികൾ 72 പേരാണ് ബാംഗ്ലൂരിൽ പഠിച്ചിരുന്നത്. ഈ 72 പേരിൽ എന്നെ ഈ യൂസഫ് ഖാൻ പ്രിൻസിപ്പാൾ സ്നേഹിക്കുകയാണോ ബഹുമാനിക്കുകയാണോ എന്താണെന്ന് എനിക്കറിയില്ല, ഒരു രക്ഷകർത്താവിനെ പോലെ തന്നെ എന്നോട് പെരുമാറി. അന്ന് അവിടെ അമേരിക്കൻ കൾച്ചറൽ സെൻറ്റർ എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ 5000 രൂപ അന്ന് ചിലവ്. 1975 ബാംഗ്ലൂർ അമേരിക്കൻ കൾച്ചറൽ സെൻറ്ററിൽ ഒരു മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് 5000 രൂപ ചിലവ് വരും. ഈ 5000 രൂപ ഒന്നും കൊടുക്കാതെ
എനിക്ക് ആ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് മേടിച്ചു തന്നു യൂസഫ് ഖാൻ. അവിടെ അന്നത്തെ ഒരു AC എയർ കണ്ടീഷൻഡ് തിയേറ്ററുണ്ട്, ചെറിയ തിയേറ്ററാണ്, വലിയ തിയേറ്ററല്ല. അവിടെ നടത്തുന്ന സിനിമ ഡോക്യുമെൻ്ററീസാണ് എല്ലാം നടത്തുന്നത്. ആഴ്ചയിൽ ഉച്ചവരെയേ ക്ലാസ്സുള്ളൂ. മിക്കവാറും ദിവസങ്ങളിൽ ഡോക്യുമെൻ്ററി ചിത്രങ്ങൾ കാണാനായിട്ട് പോകും. എനിക്കങ്ങനെയുള്ള അവസരങ്ങൾ തന്നു. പഠനമെല്ലാം വളരെ സന്തോഷമായിട്ട് പോയി. അന്ന് ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഒരു ടീച്ചർ 20 ടീച്ചിങ് പ്രാക്ടീസ് ക്ലാസ്സിൽ പോകണം. കന്നഡ മീഡിയമാണ്. ഞങ്ങളുടെ മീഡിയം ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ ഞങ്ങൾ പഠിക്കുന്നത്. കന്നഡ മീഡിയം സ്കൂളിൽ പോയി ക്ലാസ് എടുക്കണം, ഇംഗ്ലീഷ് മീഡിയത്തിൽ ക്ലാസ് എടുക്കണം. അത് അന്ന് മിക്കവാറും പേർക്ക് സാധിച്ചിരുന്നില്ല. അന്ന് എനിക്ക് 2 കൊല്ലത്തെ ടീച്ചിങ് ആദ്യത്തെ സ്കൂളിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ടീച്ചിങ് പ്രാക്ടീസ് ഉള്ളവരിൽ വളരെ അപൂർവം പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരാൾ ഞാനാണ്. അതുകൊണ്ട് ഈ ലേഡീസ് ഹോസ്റ്റലിൽ മിക്കവാറും ലേഡീസാണ്, ആണുങ്ങൾ വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ടീച്ചിങ് പ്രാക്ടീസിനുള്ളതായ പരിചയപ്പെടുത്തൽ ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കതിനുള്ള അവസരം ഈ പ്രിൻസിപ്പാൾ എനിക്ക് ചെയ്തു തന്നു. അപ്പോൾ ക്ലാസ്സിൽ പോയാൽ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ക്ലാസ് എടുക്കേണ്ടത്, പേടിക്കാനൊന്നുമില്ല. കാര്യം നമ്മൾ മലയാളം മീഡിയം ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. അതിന് അത്യാവശ്യം വേണ്ട ECS ആയിട്ട് പഠിക്കാൻ പറ്റുന്നതായ ലെസൺസ് തിരഞ്ഞെടുക്കണം. കുട്ടികളുടെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന പുതിയ എന്തെങ്കിലും ലെസൺസ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അത് നമുക്ക് ഏത് ലെസൺ എടുക്കാം. ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കുന്ന സംസാരം മുഴുവനും എന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ അവരെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് എനിക്കൊരവസരം കിട്ടി. അതിന് ഞാൻ പോയായിരുന്നു. ഇങ്ങനെയുള്ളതായ അവസരങ്ങളെല്ലാം എനിക്ക് ബാംഗ്ലൂർ ചെയ്തു തന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ഞാൻ ഈ ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്നുള്ള വൈമനസ്യം കാണിച്ചതിന് കാരണം വളരെ വ്യക്തമാണ്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ ആദ്യത്തെ പേജിലൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഫോട്ടോ. എൻ്റെ അപ്പനേക്കാളും അമ്മയേക്കാളും വളരെ കൂടുതൽ ഞാൻ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീ രത്നമാണ് എൻ്റെ വല്യാമ്മ, ഗ്രാൻഡ് മദർ. ഈ ഗ്രാൻഡ് മദർ ആദ്യം വിവാഹം ചെയ്തു. എൻ്റെ അപ്പൻ ജനിക്കുന്നതിന് മുമ്പ് ആ ഭർത്താവ് മരിച്ചുപോയി. വല്യാമ്മ വിധവയായി. രണ്ടാമത് വല്യാമ്മയെ വേറൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അത് വല്യാമ്മ തന്നെ ഉപേക്ഷിച്ചു. വല്യാമ്മ ഞങ്ങൾക്ക് കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട കഷ്ടപ്പാടിനെക്കുറിച്ച് അത് വാക്കുകൊണ്ടൊന്നും വിവരിക്കാൻ പറ്റില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടതടവില്ലാതെ യാതൊരു വിശ്രമവും ഇല്ലാതെ ഈ വല്യാമ്മ പണിയെടുക്കുമായിരുന്നു. അമ്മയ്ക്ക് ആണെങ്കിൽ വീട്ടുകാര്യം നോക്കണം, വല്യാമ്മയുടെ കൂടെ പുറത്ത് പണിക്ക് പോകണം, അങ്ങനെയുള്ളതായ മക്കളും കൊച്ചുമക്കളായ കാര്യങ്ങൾ നോക്കണം. ഇങ്ങനെയുള്ളതായ ആ ഒരു ചുറ്റുപാടിൽ ഞാൻ എങ്ങനെ പഠിക്കാൻ പോകുമെന്നുള്ളതായിരുന്നു എൻ്റെ കാഴ്ചപ്പാട്. അതിനെയെല്ലാം അതിജീവിച്ചാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. വല്യാമ്മയുടെ ഈ വിശ്രമത്തിലുള്ള പാടത്ത് കൃഷിയുണ്ട്, വെറ്റിലക്കൊടിയുണ്ട്, വാഴ, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പണികളെല്ലാം കഴിഞ്ഞിട്ട് വല്യാമ്മയ്ക്കൊരു പ്രധാനപ്പെട്ട വേറൊരു ജോലിയുണ്ട്. പറമ്പിൽ കൂവ എന്ന് പറയുന്ന, നിങ്ങൾക്ക് കൂവ പൊടി അത് ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ട്. കൂവ കൊണ്ടുപോയി പറമ്പിൽ നിന്ന് കുത്തിയെടുത്തുകൊണ്ട് വന്നിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയി 1-2 ദിവസം ഇടും. കഴുകി പല പ്രാവശ്യം കഴുകിയിട്ട് ഈ കൂവ അരച്ചെടുത്ത് വെള്ളത്തിൽ കലക്കിയെടുത്തിട്ട് 2-3 പ്രാവശ്യം ഊറ്റി പൊടി വേർതിരിച്ചെടുക്കും. ഇതിൻ്റെ എല്ലാം ഒരു കമ്പനിയുടെ പ്രയോജനം തന്നെയായിട്ടുള്ളതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അന്ന് കൂവപ്പൊടിക്ക് നല്ല വിലയായിരുന്നു. വല്യാമ്മയുടെ ഈ പണിയൊക്കെ ഞാൻ കണ്ട് മനസ്സിലാക്കി. വല്യാമ്മയുടെ കഷ്ടപ്പാടും എല്ലാം കണ്ട് ഞാൻ എൻ്റെ പുസ്തകം സമർപ്പിച്ചിരുന്ന വല്യാമ്മയ്ക്ക്, ഗ്രാൻഡ് മദറിന് ആ പുസ്തകം ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്നതായ കഷ്ടപ്പാടുകളുടെ നടുവിൽ ഞാൻ സുഖസന്തോഷത്തിന് പോയതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ അവരോടുകൂടെ തന്നെയായിരുന്നു, മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കൂടെ തന്നെയായിരുന്നു എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. അന്നത്തെ പണി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ 2 പൂ കൃഷി, കൊയ്ത്ത് മെതി, അടുത്ത കൃഷി. അന്ന് പാടം ഒക്കെ ഒരുക്കുന്നതൊക്കെ വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. കൊയ്ത്ത് മെതിയെല്ലാം ആളുകൾ തന്നെയാണ്, സ്വന്തം തന്നെയാണ്. കൊയ്യാനുള്ള കൊയ്ത്തുകാർ ഞാൻ 2 വറ്റ കൊയ്തെടുത്തോട്ടെ
എന്നെ ഒന്ന് കൊയ്യാൻ അനുവദിക്കാവോ എന്ന് ചോദിച്ചു വരുന്ന കാലമായിരുന്നു അന്ന്. ആ കാലത്തും വല്യമ്മ മറ്റുള്ളവർക്ക് കൊയ്യാൻ പോകുമായിരുന്നു. മറ്റുള്ളവർക്ക് കൊയ്യാൻ പോകുമ്പോഴും വല്യമ്മയുടെ പണി കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കഷ്ടപ്പെടുക, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുക എന്നല്ലാതെ സ്വന്തം സ്വാർത്ഥ താല്പര്യം അല്പം പോലും വല്യമ്മ കാണിച്ചിരുന്നില്ല. സ്വന്തം സുഖസൗകര്യങ്ങളെക്കുറിച്ച് യാതൊരു ചിന്തയും വല്യമ്മയ്ക്കുണ്ടായിരുന്നിട്ടില്ല. ആ ഒരു ജീവിത ശൈലിയാണ് എനിക്ക് അനുകരിക്കാൻ പറ്റിയത്. അതാണ് എൻ്റെ ജീവിതത്തിനും ഒരു മുതൽക്കൂട്ടായിട്ടുള്ളത്. ന്യായമായിട്ട് ഒരു ചോദ്യം എന്നോട് ചോദിക്കാം നിങ്ങൾക്ക്. എൻ്റെ പ്രൊഫഷൻ എന്തായിരുന്നു? ടീച്ചറായിരുന്നോ കൃഷിക്കാരനായിരുന്നോ? ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ ടീച്ചറായിരുന്നു. ടീച്ചർ പ്രൊഫഷനാണ് ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ എൻ്റെ ജീവിത വിജയം മുഴുവനും കൃഷിയിൽ നിന്നാണ്. ഞാൻ 96 അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ചു. അന്ന് 2 അൺഎയ്ഡ് സ്കൂളിലേക്ക് എന്നെ പഠിപ്പിക്കാൻ വിളിച്ചായിരുന്നു. അങ്ങനെ പോയിരുന്നെങ്കിൽ എനിക്ക് 25 വർഷം അവിടെ ജോലി ചെയ്യാമായിരുന്നു. എനിക്കിപ്പോൾ 29 കൊല്ലമായി ഞാൻ റിട്ടയർ ചെയ്തിട്ട് 30 പോകുന്നു. ഈ 20 വർഷം എനിക്ക് സർവീസ് ഉള്ളൂ ടീച്ചർ പോസ്റ്റിൽ. ഈ 25 വർഷം 25-30 അതിൻ്റെ കഴിവനുസരിച്ച് വേണമെങ്കിൽ എനിക്ക് അവിടെ എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കാം, അവർക്ക് സമ്മതമാണെങ്കിൽ. പക്ഷേ ഞാൻ അത് വേണ്ടാന്ന് വെച്ചിട്ട് 1976 ഞാൻ കൃഷിയിലേക്ക് തിരികെയായിരുന്നു. അന്ന് എനിക്ക് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് മുറ്റത്ത് 1 ഏക്കർ നിലം വിതയ്ക്കാനുണ്ട്. 1 ഏക്കറിൽ കൂടുതൽ റബ്ബർ കൃഷി ചെയ്യാനുണ്ട്. അന്ന് റബ്ബർ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ റിട്ടയർ ചെയ്ത കൊല്ലം റബ്ബറിന് 1 കിലോയ്ക്ക് 240 രൂപ വിലയാണ്. ഏറ്റവും കുറഞ്ഞത് 10-12 കിലോ റബ്ബർ വെട്ടുന്ന ദിവസം എനിക്ക് കിട്ടും. അപ്പോൾ അന്നത്തെ എൻ്റെ വരുമാനം എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ജോലി ചെയ്തിട്ട് പോയിരുന്നെങ്കിൽ അവരൊരു മാസം ഒരു 10-15 രൂപയോ 15,000 രൂപ തരുമായിരിക്കും. അൺഎയ്ഡ് സ്കൂളാണ്, അവർക്ക് ഫീസിൽ നിന്നൊക്കെയുള്ള വിഹിതമാണ് ടീച്ചേഴ്സിന് കൊടുക്കാൻ. ഞാൻ അതിന് പോകാതെ, ടീച്ചർ പോസ്റ്റിലേക്ക് പോകാതെ കൃഷി തിരഞ്ഞെടുത്തതാണോ നല്ലത്, അതായിരുന്നു നല്ലത് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. അത് ടീച്ചർ പോസ്റ്റും കൃഷി കാര്യങ്ങളും നമ്മളതിൻ്റെ ഒരു മാനസികമായ രീതിയിലേക്ക് നോക്കിയാൽ രണ്ടും ഒരുപോലെ തുല്യമാണ്. മനുഷ്യരുടെ മനസ്സിനെ ശ്രദ്ധിക്കേണ്ടതുപോലെ തന്നെ സസ്യലതാദികളെ ശ്രദ്ധിക്കേണ്ടി വരും കൃഷി കാര്യങ്ങളിലേക്ക് പോയാൽ. അപ്പോൾ കമ്പാരിറ്റീവ്ലി രണ്ടും ഏതാണ്ട് ഈക്വലാണ്. കൃഷി കാര്യങ്ങളാണെങ്കിൽ സസ്യലതാദികളെ നോക്കണം, മറ്റു കാര്യങ്ങൾ നോക്കണം, പ്രകൃതിയെ നോക്കണം, ചുറ്റുപാടും നോക്കണം. കുട്ടികളെ നോക്കുകയാണെങ്കിൽ തന്നെയും അതുതന്നെയാണ് മനുഷ്യ മനസ്സുകളെ കൈകാര്യം ചെയ്യുക അത്ര നിസ്സാര കാര്യമല്ല. എൻ്റെ ജീവിത വിജയം മുഴുവനും കൃഷിയിൽ നിന്നാണ്. ഇങ്ങനെ ഞാൻ കൃഷിയിലേക്ക് ലയിക്കാനുള്ള കാരണങ്ങൾ പലതാണ്. ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കാര്യം പറഞ്ഞു. കൂവ കുത്തി അരച്ച് കൊടുക്കുന്നതായ രീതി, പകൽ അന്തിയോളം പാടത്തും വയലിലേക്ക് കൃഷി ചെയ്യുന്ന രീതി. എൻ്റെ അപ്പന് വേറെ ആരും ഉണ്ടായിരുന്നില്ല, അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പനും അമ്മയും കൂടി ജീവിച്ചു. കല്യാണം നടന്ന ശേഷമാണ് വീട്ടിൽ പുതിയ ജ്യോതിസ് വന്ന കാര്യം ഞാൻ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് വിവാഹത്തോടുകൂടി. എൻ്റെ അപ്പന് അന്ന് കൃഷി ഭൂമി സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല, പിന്നീടാണ് മേടിക്കുന്നത്. അപ്പം പാട്ടകൃഷി ചെയ്യുമായിരുന്നു. അപ്പൻ പാട്ടകൃഷി ചെയ്ത കഥ, അനുഭവം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ആദ്യം വീട്ടിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അകലെ ഒരു കണ്ടം കൃഷി ചെയ്യാൻ തന്നു. ആ കണ്ടം അപ്പനും ഹാർഡ് വർക്ക് ചെയ്തിട്ട് 2-3-4 പ്രാവശ്യം ഉഴുത് കളകളൊക്കെ കളഞ്ഞ് ധാരാളം വളം ചെയ്ത് ഒക്കെ കൃഷി യോഗ്യമാക്കിയപ്പോൾ ആ ഉടമസ്ഥൻ ആ കണ്ടം ഏറ്റെടുത്തു. അപ്പനെ ഒഴിവാക്കി. അപ്പന് അതിനേക്കാൾ ദൂരെ 2-3 കിലോമീറ്റർ ദൂരെ 2 സ്ഥലത്തായിട്ട് കൃഷി ചെയ്യാൻ സ്ഥലം കൊടുത്തു. അപ്പോൾ അന്ന് 58-56 പാട്ടക്കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ വ്യവസ്ഥകളും പാട്ടഭൂമി ആയിട്ട് കൃഷി ചെയ്തിട്ടുള്ള നമ്മുടെ അന്ന് 58 ഈ സർക്കാർ വരുമ്പോൾ ഉള്ള നിയമം വരിക. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അപ്പൻ വിതയ്ക്കാൻ ഒരുക്കിയിട്ടിരുന്ന കണ്ടം അവരെ ഉടമസ്ഥൻ ജന്മി 4 കാള കൂട്ടി ആ സ്ഥലം ഏറ്റെടുത്തു. അപ്പനെ ഒഴിവാക്കി. ഞാൻ മലയാളം വിദ്വാൻ പഠിച്ചതാണെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ സാഹിത്യകൃതികളിൽ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, എടശ്ശേരി, ഈ കവികളുടെയൊക്കെ
കൃഷിയുമായി ബന്ധപ്പെട്ട അവരുടെ കവിതകൾ ഒന്ന് വായിച്ചു നോക്കണം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പറയുകയാണ്, കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പുരാൻ ഒരു വാഴ ഞാൻ നിങ്ങൾക്ക് വേറെ വെച്ച് തരാം, ഇത് അവർക്കങ്ങ് കൊണ്ട് കൊടുക്കട്ടെ എന്ന് പറയുകയാണ്. അവസാനം ചങ്ങമ്പുഴ കൃഷ്ണൻ പറയും, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. ചങ്ങമ്പുഴ കൃഷ്ണൻ ഇത് പറയുമ്പോൾ നമ്മളിത് ഉൾക്കൊള്ളണം. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കഠിനമായ കഷ്ടപ്പാടിലും വാഴ നനയ്ക്കാൻ ഞാൻ മറന്നു പോകാറില്ല. അതിൻ്റെ ഓരോ കൂമ്പ് വരുമ്പോഴും ഞാൻ അതിനെ ലാളിച്ച് നോക്കി വളർത്താറുണ്ട്. കൊല വരാറായില്ല അതിനു മുമ്പേ തന്നെ കൊതിയൻ്റെ നാക്കത്തു വെള്ളം വന്നു, ഒഴുകുവാൻ രാവിലെ പോകും മലയേനും അഴകിയും പോരുമ്പോഴന്തിയാകും. അപ്പോൾ ഈ അന്തി വരെ പണിയെടുക്കുന്നതായ ആ സാഹചര്യവും എൻ്റെ ജീവിതത്തിൽ സാഹചര്യം ഏതാണ്ടൊക്കെ ഒരുപോലെയാണ്. അപ്പോൾ അതെന്നെ ആകർഷിക്കുക സ്വാഭാവികമാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആ പ്രാക്കുണ്ടല്ലോ, ഇതിനൊക്കെ പ്രതികാരം ചെയ്യുക. ഇന്ന് കൃഷി എവിടെയാണ് ഉള്ളത്? എന്താ കൃഷിക്ക് പറ്റിയേ? എല്ലാം അന്നം വന്നു പോയി. എല്ലാം മണ്ണും വിത്തും കുത്തി ജീവിക്കുക ജന്മികൾ. ആ ജന്മികളുടെ കണ്ടങ്ങളെല്ലാം ഇന്ന് മറ്റുള്ളവരെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആ ദീർഘദർശനം അക്ഷരം പറഞ്ഞ് ശരിയായി. ഇടശ്ശേരിയുടെ പുത്തൻകലവും അരിവാളെന്ന് പറയുന്നൊരു കവിതയുണ്ട്. ഇടശ്ശേരി ആ കവിതയിൽ അവസാനം പറയുന്നൊരു വാക്യമുണ്ട്, കൊയ്യാൻ വന്നിരുന്നതായ കൊയ്ത്തുകാരൊക്കെ വന്ന് പുത്തൻ കലവും അരിവാളുമായിട്ട് വന്ന് ഈ കുത്തി കിട്ടുന്ന നെല്ലുകൊണ്ട് കഞ്ഞി വെച്ച് കുടിക്കാനായിട്ട് പുത്തൻ കലവും കൊണ്ടുവന്ന് വെച്ചു. ആ കണ്ടം കൊയ്യാൻ വരുന്നത് ആമീൻ കോടതിയിൽ നിന്ന് ഓർഡറുമായിട്ട് അവരാണ് വരുന്നത്, കൊയ്തെടുക്കുന്നത്. അപ്പോൾ ഇടശ്ശേരി പറയുന്ന ഒരു കാര്യമുണ്ട്, കൊയ്യണം ആദ്യം നാം, അധികാരം കൊയ്യണം ആദ്യം നാം, അതിന് മേലാകട്ടെ പൊന്നാരി. അധികാരം കൊണ്ടാണ് അത് ജന്മി ആ കൊയ്ത്ത് പാടം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളും എൻ്റെ അപ്പൻ പാട്ടകൃഷി ചെയ്ത് അപ്പനെ ഒഴിവാക്കിയതൊക്കെ വെച്ച് നോക്കുമ്പോഴൊക്കെ ഒരുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പൻ അന്ന് ആ കൃഷി ഉടമസ്ഥൻ്റെ ജ്യേഷ്ഠൻ കഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രോപ്പാണ്, വലിയ ഒരാളാണ്. ആ ആളുടെ അടുക്കൽ ചെന്നിട്ട് അപ്പൻ പരാതി പറഞ്ഞു, ഞാനിങ്ങനെ കൃഷി ചെയ്യാൻ ഒരുക്കിയിട്ടിരുന്ന സ്ഥലമാണ്, എനിക്ക് ഒത്തിരി കാശ് ചിലവുണ്ട്, വരമ്പൊക്കെ ഞാൻ ചിലവാക്കിയ വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ചിലവാക്കിയ കാശൊക്കെ ഒത്തിരി അതൊന്നും വിലമതിക്കാനാകാത്ത ഇതാണ്. എൻ്റെ അപ്പൻ ഞാൻ എന്നൊക്കെ അവർ വിളിച്ചത് കുഞ്ഞോന്നാന്നാണ്. കുഞ്ഞോനൊരു കാര്യം ചെയ്യേ, ഈ കൊല്ലത്തെ പാട്ടം കൊടുക്കണ്ട. ഇതാണ് അവരതിന് എടുക്കുന്ന തീരുമാനം. അന്ന് ഈ മലയപ്പുലയനും അവരെല്ലാം കരഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഈ ഇടശ്ശേരിയുടെ ഗോവിന്ദനായർ പുത്തുങ്കൾ വരവുപോലെ അവർ ചാത്തനും കോമനും ഒക്കെ കരഞ്ഞതുപോലെ തന്നെയാണ് എൻ്റെ അപ്പനും കൃഷി ചെയ്തത്. അപ്പോൾ ആ ഒരു കൃഷി അവരുടെ വേദനയോട് താരതമ്യപ്പെടുത്തുക എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഞാനും കൃഷിയിലേക്ക് തിരിയാന്ന് വെച്ചത്. പള്ളിക്കൂടത്തിൽ പോയാൽ വൈറ്റ് ഷർട്ടൊക്കെ ഇട്ട് കോമളനായിട്ട് നടക്കാം. കൃഷിപാടത്താകുമ്പോൾ അതുപോലെയുള്ളതായ ഒരു വൈറ്റ് കോളറിങ് സിസ്റ്റം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉള്ള ഇതിലാണ് ഞാൻ. അങ്ങനെ കൃഷിയോട് പൂർണ്ണ താതാത്മ്യം പ്രാപിച്ചുവെങ്കിലും ഞാൻ ഇന്നും ടീച്ചറാണ്. എനിക്കിന്നും പലരെയും പല കാര്യങ്ങളും പഠിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. സോക്രട്ടീസ് ഒരു കാര്യം പറയുകയുണ്ടായി, മാതാപിതാക്കളെക്കാൾ കൂടുതൽ അധ്യാപകരെ ബഹുമാനിക്കണം. മാതാപിതാക്കളെക്കാൾ കൂടുതൽ അധ്യാപകരെ ബഹുമാനിക്കണം. കാരണം ജന്മം നൽകുന്നതിനേക്കാൾ നല്ലത് എങ്ങനെ ജീവിക്കണമെന്നുള്ള കല പഠിപ്പിക്കുന്നതാണ്. ഇത് അത്ര എളുപ്പമായൊരു പ്രോസസ്സല്ല. എങ്ങനെ ജീവിക്കണമെന്നുള്ള കല പഠിപ്പിക്കേണ്ടത് എൻ്റെ ആവശ്യകത നമ്മൾ ട്രഡീഷണൽ വാല്യൂസിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അറിയാം. ഒരു ചൊല്ലുണ്ട്, നിങ്ങളുടെ പദ്ധതി 1 വർഷത്തേക്കാണെങ്കിൽ നെല്ല് കൃഷി ചെയ്യുക, 100 വർഷത്തേക്കാണെങ്കിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, 1000 വർഷത്തേക്കാണെങ്കിൽ മനുഷ്യരെ വളർത്തുക. അങ്ങനെ 1000 വർഷം മനുഷ്യ സംസ്കാരം നിലകൊള്ളുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ മനുഷ്യരെ സൃഷ്ടിക്കണം. നിങ്ങൾക്ക് മനുഷ്യർക്ക് നല്ല ഒരു പരിശീലനം കൊടുക്കണം, അവരെ സജ്ജമാക്കണം.
അതുതന്നെയാണ് സോക്രട്ടീസും പറഞ്ഞത്. മാതാപിതാക്കളെക്കാൾ കൂടുതലായിട്ട് അധ്യാപകരെ പരിഗണിക്കണം. കാരണം അവർ ജന്മം നൽകുന്നതിനേക്കാൾ അവരെങ്ങനെ ജീവിക്കണം, എങ്ങനെ പഠിച്ചു പോകണമെന്നുള്ളതായ ആ കല പഠിപ്പിക്കണം. ഇന്നത് നടക്കുന്നുണ്ടോ? ഇന്ന് എന്താ നടക്കുന്നത്? എങ്ങനെ പഠിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതായ കല പഠിപ്പിച്ചിട്ടാണോ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനതേക്കുറിച്ച് ഞാനിവിടെ ഒന്നും പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി. ഈ വ്യവസ്ഥിതിയിലേക്ക് വന്നത് എന്നെപ്പോലുള്ള അധ്യാപകരുടെ പഠന രീതി കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. അല്ലാന്ന് ഞാൻ പറയുക, ഞാൻ പറയാം. അരിസ്റ്റോട്ടിൽ പറഞ്ഞു, ഒരു ശിശുവിനെ എന്നെ ഏൽപ്പിക്കുക, അവൻ ആരായിത്തീരണം, ചക്രവർത്തിയായി തീരണോ, തെമ്മാടിയാവണോ, നല്ലവനാവണോ, ഞാൻ ആക്കിത്തരാം. ശിശുവിനെ എന്നെ ഏൽപ്പിക്കാനായിട്ട് പറയുന്നതാണ്. അലക്സാണ്ടർ ചക്രവർത്തി പിതാവ് ഏൽപ്പിച്ചു. 13 വയസ്സുള്ളപ്പോൾ അലക്സാണ്ടറിനെ ഏൽപ്പിച്ചു. 33 വയസ്സിന് മുമ്പ് സാമ്രാജ്യം മുഴുവൻ പിടിച്ചടക്കി. അപ്പനെയും കൊന്നു, എല്ലാവരെയും കൊന്നു, ശരിയായി. സോക്രട്ടീസ് ഇത് കണ്ടിട്ട് സോക്രട്ടീസ് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ സോക്രട്ടീസിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അലക്സാണ്ടറിനെ ഇങ്ങനെ പറ്റിയെങ്കിൽ നാം പഠിപ്പിച്ചു വിട്ട പിള്ളേരിങ്ങനെ വഴിപറിച്ചു പോയാൽ നമ്മൾ കുറ്റക്കാരനാവുമോ? ആക്കാമോ? ഇത് പ്രസക്തമായൊരു ചോദ്യമാണ്. ഇങ്ങനെ സമൂഹമാകെ മാറിക്കൊണ്ടിരിക്കുന്നതിന് ഉത്തരവാദി ആരാണ്? എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുന്നുള്ളൊരു വിഷയമാണ്. എന്താണ് ഇവിടെ പ്രശ്നം? ആരാണ് ഇവിടെ പ്രശ്നക്കാരൻ? ടീച്ചേഴ്സാണോ? കുട്ടികളാണോ? മാതാപിതാക്കളാണോ? ഞാൻ ഒരാരെയും കുറ്റം പറയുന്നില്ല. ഇവരെ എല്ലാം നയിക്കുന്ന നായകന്മാരാണ്, ഭരണകർത്താക്കളാണ്. ഞാൻ ഭരണകർത്താക്കളെ അടച്ചാക്ഷേപിക്കുകയല്ല. സാഹചര്യം അനുസരിച്ച് അതിലുള്ള അപാകതകളൊക്കെ വന്നു പോകാം. എങ്കിലും സത്യമായിട്ട് പറയാനും വളയാതെ കുനിയാതെ തുറന്ന് പറയാനുമുള്ളതായ, മഹാരാജാവേ നിനക്ക് തുണിയില്ല എന്ന് പറയാൻ ശിശുവിനെ കൊണ്ടല്ലാതെ നമുക്കും പറയാൻ പറ്റണം. അതൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. മഹാരാജാവേ നിനക്ക് തുണിയില്ല എന്ന് പറയാൻ ഒരു ശിശുവിനെ കഴിഞ്ഞുള്ളൂ, ശിശുവിനല്ല നമുക്കും പറയാൻ കഴിയണം. അത് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയ്ക്ക് വന്നിരിക്കുന്ന ചൂഷണം മുഴുവനും കുറവ് മുഴുവനും ഉണ്ടായിരിക്കുന്നത്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അന്ന് രാവിലെ തീ വായ്പ മേടിക്കാൻ പോകുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. തീപ്പെട്ടിയില്ല. അടുത്ത വീട്ടിൽ എടി അവിടെ തീ പോയെന്നില്ല, അവിടെ പോയി ചോദിച്ചു നോക്ക്, തീ കിട്ടും. അപ്പോൾ ഇങ്ങനെ തീ വായ്പ മേടിക്കാൻ പോകുന്ന സമ്പ്രദായത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് അറിയാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അന്ന് പണമല്ല കൈകാര്യം ചെയ്യുന്നത്, നമ്മൾ കൃഷി ഉൽപ്പന്നങ്ങളാണ്. ഒരു വീട്ടിലൊരു കല്യാണം വന്നു അല്ലെങ്കിൽ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കുള്ളതായ ധാന്യം, നെല്ല് അല്ലെങ്കിൽ നെല്ല് വാഴക്കൊലയാണ്, എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുക്കുക, അവർക്ക് സഹായിക്കുക, അവരിങ്ങോട്ട് വന്ന് സഹായിക്കുക. ഞാൻ എൻ്റെ പുസ്തകത്തിൽ ആ കുടുംബ പശ്ചാത്തലത്തിൽ പറയുന്നുണ്ട്. അന്നത്തെ കൃഷിസമ്പ്രദായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം വായ്പ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക. ഇപ്പോൾ ഉഴാനാണെങ്കിൽ അവിടെ എനിക്ക് വിതയാണ്, എനിക്ക് 4 കാള വേണം, എനിക്ക് 1 കാളേ ഉള്ളൂ, 3 കാള ഞാൻ വായ്പ മേടിക്കുക, അവിടെ നിന്ന് വായ്പ മേടിക്കുക. അപ്പോൾ ഈ അവരുടെ ആവശ്യം വരുമ്പോൾ എൻ്റെ കാളെ അവർക്കും കൊടുത്താൽ അങ്ങനെയുള്ളൊരു സഹകരണ മനോഭാവത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എല്ലാവരുമായിട്ട് വളരെ സൗഹാർദ്ദത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു കുടുംബത്തിൽ ഒരു ആവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള എല്ലാവരും കൂടി സഹകരിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ അരിയില്ലാഞ്ഞിട്ട് എന്നുള്ള ഒരു പദ്യമുണ്ട്, കേട്ടിട്ടുണ്ടോ? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയത് അരിയില്ലാഞ്ഞിട്ട്. അപ്പോൾ ഒരു വീട്ടിലെ ഒരു കാർന്നോര് മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ അന്ന് അവരെ ഒന്നും നോക്കാറൊന്നുണ്ടായിരുന്നില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും നാട്ടുകാരെല്ലാം കൂടി വന്നു. വാഴ വെട്ടുന്നു, ചിലർ അതിര് മാറ്റുന്നു, അതായത് ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റാനും ആളുകൾക്ക് കയറി വരാനൊക്കെ സൗകര്യം ഉണ്ടാക്കുമ്പോഴേട്ട് വേലി തട്ടുന്നു, മാവ് വെട്ടുന്നു, വേലി തട്ടുന്നു ഒക്കെയുള്ള കാഴ്ചപ്പാടിൽ പറയുന്നുണ്ട്. അവസാനം എല്ലാം ഞങ്ങൾ ശരിയാക്കി. ഇനി ഈ മൃതശരീരത്തിന് ചുറ്റും കുറേ അരി വിതരണം, അരി ചുറ്റി വേണം, അതിന് കുറച്ച് അരി വേണമെന്ന് പറയുന്നു വീട്ടിൽ ഉടമസ്ഥയോട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അയ്യോ അരി ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം മരിക്കില്ലായിരുന്നു
എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്നതായ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള വീടുകൾ എനിക്കറിയാവുന്നതല്ല.